ഇതേതാ കബനിയല്ലേ? നമ്മള് കബനി പുഴയാണത്. കബനി കടന്നിട്ട് വേണം നമുക്ക് മക്കാമിലോട്ട് പോകാൻ. എല്ലാവരും ഷൂ ഒക്കെ വെച്ച് സെറ്റപ്പ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് കബനിപ്പുഴയിലാണ്. കബനിപ്പുഴയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരണ്ടു. ഈ കാണുന്നതൊക്കെ കബനിപ്പുഴയുടെ അടിഭാഗമാണ്. ഓക്കെ, നമ്മൾ നീർച്ചക്കുള്ള യാത്രയിൽ നമ്മൾ അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ ആയി വന്നു. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കല്ലില്ലാതെ പോവില്ല. ഇവിടെയൊക്കെ കല്ലുണ്ട് പോവാൻ. ആൾ വരുന്ന മാതിരി വരാം. എടാ, അവിടുന്ന് ഒരാൾ വരുന്നുണ്ട്. ആളെ ഇത് കൂടി മുറിക്കണമെന്ന് നോക്കാം. അത് കൂടി എങ്ങനെ മുറിക്കാം. നമ്മളിപ്പോൾ പോണത് കുണ്ടറ മക്കാം ട്രക്കിംഗ് ഒന്നല്ല, നീർച്ചക്ക് പോവാണ്. നീർച്ചക്ക് പോകുമ്പോൾ നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ ട്രക്ക് ചെയ്യാണ്ട്? 6 കിലോമീറ്റർ ട്രക്ക് ചെയ്യാം. ഇപ്പോൾ അതിവിശാലമായ കബനിയൊക്കെ കടന്ന് നമ്മളിപ്പോൾ ഫോറസ്റ്റ് വഴികളിലൂടെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഫുള്ള് ഫോറസ്റ്റാണ്. ഇത് ഫുള്ള് കർഷകത്തോട്ടം. അങ്ങനെ ഇതിൻ്റെ അപ്പുറത്താണ് കബനി കാര്യങ്ങളൊക്കെ. കണ്ടോ എങ്ങനെയുണ്ട് ഫ്രെയിം? അടിപൊളിയല്ലേ? ഞുമ്മാൻ അണ്ടർവെയർ ആയിട്ട് അവളിവിടെ ഒരേ നിർത്താണ്. എന്താ ചെയ്യാ, ഫുൾ സീൻ. അവിടെ രണ്ടെണ്ണം പുഴ നേരെ നടക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ ഉണ്ടാക്കണ? ഗേറ്റ് ഉണ്ടാക്ക ആയിട്ടില്ല. എന്താ ഇവിടെ ഉണ്ടാക്കണേ? മലയാളം അറിയില്ലേ? സോറിടാ ബൈ. പുഴ മുറിച്ചു കടന്നു. ബാക്കി കയ്യിലുണ്ട് പാൻറ്റിൻ്റെ കുറച്ച് നനഞ്ഞ് സെറ്റായി. ഇവിടെ മാറിക്കിടക്കാം. കുട്ടികൾ കൂട്ടിക്കാളി വെയിറ്റ് കഴിഞ്ഞ് ഒന്നേരം ഒതുക്കിയിരിക്കട്ടോ. നിങ്ങൾ മുമ്പ് വന്നാണ് അങ്ങോട്ട് ഫസ്റ്റ് വരിക? അല്ല, ഇത് ഇവിടെ എന്താന്ന് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് എപ്പോഴും തീരാന്നൊക്കെ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ എക്സ്പ്ലോർ ആരെ ഈ ചെടികൾക്കൊക്കെ ഇവിടെ ആട്ടുംകാട്ടം വളം കൊടുത്തിട്ട് മാൻ്റെ ഇവിടെയൊക്കെ നിരന്ന സ്ഥലമാണ്. വൈകുന്നേരത്തൊക്കെ ഇവിടെ ഫുള്ള് മാനാകരം. ഞങ്ങളിപ്പോൾ പോണത് കൊല്ലത്തിലൊരിക്കൽ മാത്രം തുറക്കണ ഈ പറഞ്ഞ കാടിൻ്റെ നടുവിലുള്ള, എന്താ പറയുക, കാടിൻ്റെ നടുവിലുള്ള കുണ്ടറ മക്കാം.